ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതായത് ജോവിസ് ഡെർമയുടെ റൈസ് വാട്ടർ ആൻഡ് 4% നയസിനമൈഡ് ഗ്ലോയിങ് സ്കിൻ ടോണർ. ഈ സാധനം ആക്ച്വലി ഞാനിപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് അറൗണ്ട് ഒരു 2 വീക്സിൻ്റെ മേലെയായി. അപ്പം എനിക്ക് തന്ന ഒരു റിസൾട്ട് ഉണ്ട്. അത് നിങ്ങൾക്കും കൂടെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആക്ച്വലി ഇതുകൊണ്ട് വന്നത് തന്നെ. ആക്ച്വലി ഇതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അലോവേറ, റോസ് വാട്ടർ, അതുപോലെ തന്നെ ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് ശരിക്കും ഇത് ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതായത് നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു കിടിലൻ സാധനമാണ് ഈ ജോവിസ് ഡെർമയുടെ ഈ റൈസ് വാട്ടർ ആൻഡ് 4% നയസിനമൈഡ്. അതായത് ഈ ഓയിലി സ്കിൻ ഉള്ളവർക്ക് ഈ സാധനം ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കും. സ്കിന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ട് നമ്മളിപ്പോൾ പുറത്ത് പോകുമ്പോൾ മോയ്സ്ചറൈസറൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് ഒട്ടും ഇഷ്ടമില്ലാത്ത ചില ആൾക്കാരൊക്കെ ഉണ്ടാവും. ഞാൻ പൊതുവെ പുറത്ത് പോകുന്ന സമയത്ത് മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ അങ്ങനത്തെയുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ല. ഓരോന്ന് വാരി തെച്ച് പിന്നെ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ വേർക്കാനൊക്കെ തുടങ്ങും. പക്ഷേ ഈ സാധനം ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ പിന്നെ നല്ല എന്താ പറയണ്ടേ, ഇതെനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് പുറത്ത് പോകുമ്പോൾ. കാരണം ഈ സാധനം ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ മുഖമൊക്കെ ഇത് നന്നായിട്ട് കഴുകിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇതാ കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ കാര്യം. ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തേച്ചാൽ മതി. ഈ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ട് ഇരുന്നോളും. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുള്ള വരുന്ന ഈ പിമ്പിൾസ്, പോർസ് കാര്യങ്ങളൊക്കെ ഇല്ലേ, ആ സാധനങ്ങളൊക്കെ ഇത് നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. സാധനം നമ്മുടെ സ്കിന്ന് കൂടുതൽ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ട് വെക്കാനും ഈ സാധനം നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇപ്പം തന്നെ പോയിട്ട് ഈ സാധനം നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഇതിനൊരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, ബൈ ബൈ.